നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, സോ അപ്പൊ ഈ ഒരു യൂണിറ്റില് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഏതൊക്കെയാണ്? ഫെമിലറൈസ് ദ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്, കോംപ്രഹെൻഡ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്, recognize different functions of marketing, distinguish between marketing and selling. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 1 പഠിക്കാനുള്ളത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത്. സോ ഈ മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ഞാനൊരു ചെറിയ സ്റ്റോറി പറയട്ടെ. ഈ സ്റ്റോറി അല്ല, ഒരു സിനാരിയോ ഞാൻ പറയാം കേട്ടോ, ടു മേക്ക് ഇറ്റ് മോർ ഈസി ആൻഡ് സിമ്പിൾ. ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം പറയാമോ? ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്നാക്ക് ഐറ്റം പറയാമോ? ഓക്കെ, മെജോറിറ്റി ആൾക്കാർക്ക് ലേസ് ഒക്കെ അത് കുറച്ച് കഴിക്കരുത്, അതാണ് ഏറ്റവും ബെസ്റ്റ് ഐറ്റം. ബി ഹെൽത്തി. കേക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും. ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു കേക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞത്, ബിക്കോസ് ഐ ലവ് കേക്ക്. എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കേക്കിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു നല്ല തിരക്കുള്ള ഒരു റോഡിൽ കൂടെ, കോഴിക്കോടുകാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കവിടെ ഇതുണ്ടാവും അല്ലേ? ഏതാ മാർക്കറ്റിന്റെ പേരെന്താ? കോഴിക്കോടുകാരാരെങ്കിലും ഉണ്ട് ഇവിടെ? എസ് എൻ സ്ട്രീറ്റ് എന്ന് പറയില്ലേ? അതല്ലേ എസ് എൻ സ്ട്രീറ്റ്. അതിന്റെ വേറെ പേരെന്താ? എസ് എൻ സ്ട്രീറ്റിന്റെ വേറെ പേരെന്താ? മിഠായി തെരുവ്. മിഠായി തെരുവ്. അത് തന്നെ. നമ്മളിങ്ങനെ നല്ല തിരക്കുള്ള മിഠായി തെരുവിലൂടെ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ട്രിവാൻഡ്രത്താണ് നമ്മൾ ചാല മാർക്കറ്റ് എന്ന് പറയും. അപ്പൊ അതുപോലെ പല സ്ഥലത്ത് അവരുടേതായിട്ടുള്ള മാർക്കറ്റും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു സൺഡേ, നമ്മള് സാധാരണഗതിയിൽ നമ്മളെന്താണ് സൺഡേ ഒക്കെ ആണെങ്കിൽ പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ജസ്റ്റ് ഒരു പർച്ചേസിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഠായി തെരുവിലൂടെ ആയിട്ട് അതുപോലെ പോകുക എന്ന് വിചാരിക്കാം. അങ്ങനെ പോകുന്ന സമയത്ത് നിറയെ സ്മെൽസ് ഒക്കെ വരും അല്ലേ? പലതരത്തിലുള്ള ഫുഡിന്റെ ഒക്കെ നല്ല സ്മെല്ല് വരും. അപ്പൊ ഒരു ഇപ്പൊ കേക്ക് ഒന്നെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇഷ്ടം കേക്ക് എന്ന് പറഞ്ഞു, ചിലപ്പോൾ ബിരിയാണി ആണെങ്കിലോ ഒരു ബിരിയാണി ആണ് അപ്പൊ നല്ല സ്മെല്ല്, അതായത് നല്ല ദം ബിരിയാണിയുടെ ഒക്കെ നല്ല സ്മെല്ല് വരും അത് വിചാരിക്കുക. അപ്പൊ അതിനൊരു സ്മെല്ല് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ബിരിയാണി ലവർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഭാഗം ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഉച്ചയൊക്കെ ആകാറായ സമയമാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മള് ഒന്ന് നോക്കി ഇതൊക്കെ നല്ല സ്മെല്ല് വരുന്നത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കാൻ വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ നടക്കാം. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ചെറിയ ഒരു ഔട്ട്ലെറ്റ് നിങ്ങൾ കാണും, ഒരു ബിരിയാണിയുടെ ഔട്ട്ലെറ്റ് നിങ്ങൾ കാണുന്നത് വിചാരിക്കാം, അല്ലെങ്കിൽ കേക്കിന്റെ ഔട്ട്ലെറ്റ് നിങ്ങൾ കാണുന്നത് വിചാരിക്കാം. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേക്ക് ആണെങ്കിൽ ഒരു ബേക്കറിയുടെ ഫ്രണ്ടിൽ നിന്ന് എത്തി. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ഒരു ഈ ബേക്കർ എന്താണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു കേക്ക് ബേക്ക് ചെയ്ത് അതിൽ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കണ്ണടിച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. സോ അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര അട്രാക്റ്റഡ് ആയി അല്ലെ? കൂടാതെ സാധാരണ പുറത്ത് ചെറിയൊരു മറ്റേ ബോർഡൊക്കെ വെക്കുമല്ലോ, അന്നത്തെ മെനു എന്താണെന്നൊക്കെ എഴുതി കാണിച്ചിട്ട്, അതുപോലെ ഒരു ബോർഡ് നിങ്ങൾ കാണുകയാണ്. അപ്പൊ ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താ പറയുക? ദ ഫസ്റ്റ് വൺ വിൽ ബി ഫ്രീ. ഓക്കെ, ആദ്യം വാങ്ങിക്കുന്ന ആ ഒരു കേക്ക് ഫ്രീ ആണ് എന്ന് നിങ്ങൾ കാണാന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്താ ഇത് ചെയ്യുക? നിങ്ങളൊരു ഭയങ്കര കേക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അങ്ങോട്ട് ചെന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്താ ചെയ്യുക? കേക്ക് വാങ്ങിക്കും. ഉറപ്പില്ലേ? അല്ലേ? നമ്മൾ എന്തായാലും ആ കേക്ക് നമ്മൾ വാങ്ങിക്കും അല്ലേ? ആ കേക്ക് ഫസ്റ്റ് ഓബ്വിയസ്ലി നമ്മൾക്ക് വാങ്ങിക്കും. അത് നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയി അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ നമ്മൾ ഉറപ്പായിട്ട് ഫ്രണ്ട്സിനോട് പറയില്ലേ? അല്ലെങ്കിൽ നമ്മൾ കൂടെ കുറച്ചധികം പേരുണ്ട്, നമ്മൾ ഈ വാങ്ങിച്ച കേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാലും കൂടെ ഉള്ള ഫ്രണ്ട്സും വാങ്ങിക്കും അല്ലേ? യെസ്. അപ്പൊ ഇവിടെ ഹിയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഇതാണ് ആക്ച്വലി മാർക്കറ്റിംഗാണ് അവിടെ നടന്നത്. എന്തൊക്കെ എലിമെന്റ് ഓഫ് മാർക്കറ്റിംഗാ? ഒന്ന്, ആ പ്രോഡക്റ്റിനെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് വെച്ചു അല്ലെ? രണ്ടാമത്തെ അതിന്റെ ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്മെല്ല്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ കാണുമ്പോഴുള്ള അട്രാക്റ്റീവ്നെസ്, ഇതിന്റെ ഒക്കെ പുറമെ എന്താ അവിടെ സംഭവിച്ചത്? ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്തു. എന്താ? ഫസ്റ്റ് വൺ ഫ്രീ. ഉറപ്പല്ലേ? പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള മലയാളികൾ ചാടി വീഴും അല്ലെ? എവിടെ ഫ്രീ കേട്ടോ അവിടെ നമ്മളുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ടാക്ടിക്സ് യൂസ് ചെയ്തു. അപ്പോഴത്തേക്ക് എന്തായി? ദ സെയിൽ ഇസ് ഗെറ്റ് ബൂസ്റ്റഡ് അല്ലെ? അപ്പൊ ഇത് പിന്നെ നമ്മൾ ഈ വേർഡ് ഓഫ് മൗത്ത് ആയിട്ടും അല്ലാതെയും ഒക്കെ പല ആളുകളിലോട്ട് എത്തുകയും അവർ വരികയും അതൊരു ടാക്ടിക്സ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ്. ഇതാണ് സിമ്പിൾ സെൻസിൽ പറഞ്ഞാൽ ദിസ് ഇസ് ഓൾ അബൌട്ട് മാർക്കറ്റിംഗ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഈ ഒരു PPT കാണുന്നത് പോലെ മാർക്കറ്റിംഗ് ഈസ് അബൌട്ട്
ഫിഗറിംഗ് ഔട്ട് വാട്ട് പീപ്പിൾ വാണ്ട്. ആളുകൾക്ക് എന്താണ് ആവശ്യം എന്ന് ഫിഗർ ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരു ഉച്ച സമയത്തോടൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾക്ക് ആവശ്യം ഫുഡാണ് നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഭയങ്കര സ്മെല്ലോട് കൂടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ലൊരു ഡിഷസ് അവൈലബിൾ ആയാൽ ഉറപ്പായിട്ട് ആൾക്കാർ അതിനകത്ത് അട്രാക്റ്റഡ് ആകും കമ്പയർഡ് വിത്ത് അതർ ഡിഷസ് അല്ലേ. അപ്പൊ അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റിംഗ് വരുമ്പോൾ എന്താണ് ഐഡന്റിഫൈ ദ നീഡ്സ് ഓർ വാണ്ട്സ് ഓഫ് പീപ്പിൾ, എന്നിട്ടോ മേക്കിംഗ് ഇറ്റ് ആൻഡ് ദെൻ ലെറ്റിംഗ് ദം ടു നോ വാട്ട് യു ഹാവ് ഇറ്റ്. സോറി, ലെറ്റിംഗ് ദം ടു നോ യു ഹാവ് ഇറ്റ് എന്ന് വെച്ചാല് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ആൾക്കാരുടെ മുമ്പിൽ വെച്ചാൽ മാത്രം പോരാ, അവരോട് പറയണം നിങ്ങൾ എന്തുകൊണ്ട് ഇത് വാങ്ങിക്കണം എന്ന് നമ്മൾ പറയണം അല്ലേ. അപ്പൊ ഇതാണ് ആക്ച്വലി മാർക്കറ്റിംഗ്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ്, ആരെങ്കിലും സ്വന്തം ഇഷ്ടത്തിൽ പോയി ഇൻഷുറൻസ് എടുക്കുമോ? എടുക്കുന്നവരുണ്ടാകും, പക്ഷെ അത് വിരളം. അങ്ങനെ എടുക്കുന്നവർ വളരെ കുറവായിരിക്കും അല്ലേ. ആരെങ്കിലും വിചാരിക്കും നാളെ ഞാൻ മരിച്ചു പോകുന്നത് ഇപ്പൊ ഇൻഷുറൻസ് എടുത്തേക്കാന്ന്, ആരെങ്കിലും വിചാരിക്കും നാളെ ഞാൻ മരിക്കുന്നത്? ഇല്ല അല്ലെ, അധികം ആൾക്കാരും അത് വിചാരിക്കില്ല. പക്ഷെ അതേ സമയത്ത് ഒരു ഇൻഷുറൻസ് ഏജന്റ് നമ്മളെ അടുത്തോട്ട് വരികയാണ്, നമ്മളോട് പറയും നമുക്ക് അവസ്ഥയൊക്കെ വളരെ മോശമാണ്, മഴയൊക്കെ ഇടുക്കി വീണുകൊണ്ടിരിക്കുകയാണ്, കൊറോണയൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളൊക്കെ ഉള്ള സമയമാണ്, നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ട് അത്യാവശ്യമാണ്, വീട്ടിൽ മക്കളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറയുമ്പം എന്തായി, അത് നമ്മുടെ ഇമോഷൻസ് ട്രിഗറായി അല്ലെ. നമുക്ക് നമ്മുടെ കുട്ടികള്, ഫാമിലി ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇമോഷൻ, നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിയോ വാട്ട് വിൽ ദേ ഡു എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമുക്ക് ഇൻഷുറൻസ് വേണമെന്നുള്ള ആ ഒരു നീഡ് അറൈസ് ചെയ്യും അല്ലെങ്കിൽ അല്ലേ. അപ്പൊ ഇതുപോലെ മാർക്കറ്റിന്റെ ഒരു ജോലിയാണ് മേക്ക് ദ കസ്റ്റമേഴ്സ് അണ്ടർസ്റ്റാൻഡ് വൈ ഡു ദേ വാണ്ട് ദ പ്രോഡക്റ്റ്, റൈറ്റ്. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുക മാത്രമല്ല, ആ പ്രോഡക്റ്റിനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആളുകൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്നു. along with that make them to understand that why this product is necessary for you, right? So ഇതാണ് ആക്ച്വലി. അപ്പൊ ഇറ്റ്സ് ഹൗ ബിസിനസ് കണക്ട് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് കൺവിൻസ് ദം ടു ബൈ വാട്ട് ദേ മസ്റ്റ് ഡു. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ടേമില് എന്താണ്, അതായത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് കസ്റ്റമറുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിലേക്ക് അഡ്വർടൈസ്മെന്റിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെയോ അവരിലോട്ട് എത്തുന്നു. നോക്കൂ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യു. മനസ്സിലായോ? യെസ്. അപ്പൊ ഇതാണ് ആക്ച്വലി ദിസ് ഇസ് ദ ബേസ് ഓഫ്, ഇത് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാം അമേരിക്കൻ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഒരു ഡെഫിനിഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡെഫിനിഷൻ മാത്രമല്ല, there are many definitions which is given in your textbook. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്സിലുള്ള ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് നോക്കണേ, എന്നിട്ട് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ഡെഫിനിഷൻ ഏതാണ് അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. കാരണം എക്സാംസിന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഡെഫിനിഷൻ ഒക്കെ എഴുതി കുറച്ചും കൂടെ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ ഇന്നോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം നോക്കിക്കേ, ഓർഗനൈസേഷണൽ ഫംഗ്ഷൻസ്, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ ആൻഡ് പ്രോസസ്സസ് ഫോർ ക്രിയേറ്റിംഗ്, communicating and delivering value to customers and maintaining proper customer relationship is called marketing. എന്തൊക്കെ കാര്യങ്ങൾ വന്നു നോക്കിയാൽ, എക്സാക്ട്ലി എന്തൊക്കെ കാര്യങ്ങൾ വന്നു നോക്കിയാൽ. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വിചാരിക്കും ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നത്, ബട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് സെല്ലിംഗ് എ പ്രോഡക്റ്റ്. ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൾമിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയട്ടെ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെന്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ IT അല്ലെ, IT ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇതൊന്നും കൂടാതെ നമുക്ക് ജനറൽ മാനേജ്മെന്റ്, അതായത് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ്. സോ ഒരു ഓർഗനൈസേഷനിൽ എന്ന പോലും ഒരു 6 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും, മേജർ ഡിപ്പാർട്ട്മെന്റുകൾ കേട്ടോ. പിന്നെ അതിന്റെ സബ്സിഡിയറീസ് ആയിട്ട് ഇപ്പം മാർക്കറ്റിംഗിലാണെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് കാണാൻ സാധിക്കും. പിന്നെ പ്രൊഡക്ഷനിലാണെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ. മെറ്റീരിയൽസ് ഹാൻഡിലിംഗ് ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതൊക്കെ സബ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പൊ ഇത് ഇങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഏരിയ ആണ് എന്താ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഞാനിത് എന്തിനാ പറഞ്ഞത്, ഇതിന്റെ ഫ്ലോ പോയല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഓർഗനൈസേഷൻ ഫംഗ്ഷൻ. അപ്പൊ ഒരു ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ വേരിയഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് മാർക്കറ്റിംഗ്, ഫൈനാൻസ്, HR, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇത്തരം ആക്ടിവിറ്റീസിൽ ഒരു ഓർഗനൈസേഷനിലോട്ട് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് എഗ്രി വിത്ത് മീ?
Are you agree with me? Yes. Yes, yes. Yeah, ma'am. Agree ചെയ്യുന്നുണ്ടോ? Yes. Yes. Why? Why? Sales department. എന്തുകൊണ്ടാന്ന് പറ. എന്തുകൊണ്ടാണ് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ് ആണ് പറയുന്നു. വൈ? സെയിൽ നടക്കും. അല്ല, സെയിൽ ചെയ്താലേ നമുക്ക് ഫിനാൻസിനായിട്ട് കാര്യമുള്ളൂ. നല്ല കണക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല ഞാൻ പറയാം. അതായത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടീമാണ് പ്രോഡക്റ്റ് സെല് ചെയ്യുന്നത്. പലരും പറഞ്ഞത് എല്ലാരും പറഞ്ഞു. അതെ, ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രോഡക്റ്റ് സെല് ചെയ്ത്. ഈ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇൻകം വരുന്നുള്ളൂ. പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതിലൂടെ മാത്രമേ ഇൻകം വരുന്നുള്ളൂ. അതേസമയത്ത് ഒരു HR ഡിപ്പാർട്ട്മെന്റ് വാട്ട് ദേ ആർ ആക്ച്വലി ഡൂയിങ്, ദേ ആർ മാനേജിങ് ദ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ, റൈറ്റ്? അപ്പൊ അവിടെ എക്സ്പെൻസ് ശരിക്കും ഉണ്ടാവുന്നത് അല്ലേ? ആളുകളെ മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ കൊടുക്കുക, അതൊക്കെ എക്സ്പെൻസ് ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ ആരാണ്? മാനേജ്മെന്റ് പീപ്പിൾ ആണ് അല്ലെ, അല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾ ആണ്. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ HR എന്ന് പറയുന്നത് കോസ്റ്റ് സെന്റർ ആണ്, എക്സ്പെൻസീവ് ആണ്, എക്സ്പെൻസ് മേക്കിംഗ് സെന്റർ ആണ്. മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ഓർഗനൈസേഷൻ എടുത്തു നോക്കിക്കോ. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാൻ അവിടെ ഒരു ഫൈനാൻസ് മാനേജർ ഉണ്ടാവും, അവരുടെ ഓഫീസേഴ്സ്, മറ്റു കാര്യങ്ങൾ. അവർക്കൊക്കെ നമ്മൾ സാലറി കൊടുത്ത് അവിടെ ഇരിക്കുക. അവരാരും എന്താ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നില്ല. ബട്ട് ദേ ആർ ആക്ച്വലി അസിസ്റ്റിംഗ് ദി മാർക്കറ്റിംഗ് ദ പീപ്പിൾ ടു സെൽ ദ പ്രോഡക്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അയ്യോ, ആരുടെയെങ്കിലും ഓക്കെ. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ആരെങ്കിലും ഒന്ന് മ്യൂട്ട് ആക്കുമോ? കാരണം ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. അപ്പൊ അല്ലാത്ത സമയത്ത് ഒന്ന് മ്യൂട്ട് ആക്കണം. കാരണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ശരി, അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്നാണ് പറഞ്ഞു വന്നത്. കാരണം ഒരു ഓർഗനൈസേഷന്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും എക്സ്പെൻസീവ് ആണ്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും അങ്ങനെയാണെങ്കിൽ എക്സ്പെൻസ് ആണ്, എന്തിനാ പിന്നെ അവർ നിർത്തിയെന്ന് ചോദിച്ചാല് അവരില്ലാതെ മാർക്കറ്റിംഗ് നടത്താൻ പറ്റില്ല. അവരില്ലാതെ പ്രോഡക്റ്റ് ഇല്ലാതെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുമോ? അപ്പൊ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വേണം. ഈ പ്രൊഡക്ഷൻ മെറ്റീരിയൽസും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. പൈസയുമായിട്ടുള്ള കാര്യങ്ങൾ ആര് ഡീൽ ചെയ്യും? ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യും, റൈറ്റ്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സപ്പോർട്ട് ആർക്ക് ആവശ്യമുണ്ട്? ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാൾക്കാർക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇതിനാണ് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും ഈ സെയിൽസിനെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ് ആണ്. സോ മാർക്കറ്റിംഗ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കണം. ഇനി അടുത്ത, അപ്പം എന്താണ് മാർക്കറ്റിംഗ് ഉള്ളതിനെ പറ്റി ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ആയി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ മാർക്കറ്റിംഗിലുള്ള കുറച്ച് ടേംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അതിന്റെ ഒരു എവല്യൂഷൻ പറഞ്ഞാല് ശരിക്കും ഈ മാർക്കറ്റ് എന്ന് പറയാം. നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് അല്ലെ, അതായത് മാർക്കറ്റ് ചെയ്യുന്ന സെയിൽ ചെയ്യുന്ന ആ പ്രോസസ് ആണ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അതിൽ കസ്റ്റമറുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു, അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് അവൈലബിൾ ആക്കുന്നു, കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. ഈ ഒരു എൻറ്റയർ പ്രോസസ് ആണ് ആക്ച്വലി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ മാർക്കറ്റ്? ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. സി എവറിബഡി നോസ് ഇറ്റ്. മാർക്കറ്റ് ഓഫ് ഇറ്റ് ഇസ് എ പ്ലേസ് വെർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇസ് ഹാപ്പനിങ് അല്ലേ. അപ്പൊ അതൊരു പ്ലേസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്ലേസ് ആവശ്യമുണ്ടോ സാധനം വാങ്ങാൻ? നമ്മളൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിയ പ്ലേസ് ആവശ്യമുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ, എവിടെ പോകേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ എന്താണ്? ഒരു ഡിജിറ്റൽ പ്ലേസ് ആണ് ആക്ച്വലി, ഒരു വിർച്വൽ പ്ലേസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ഒരു വിർച്വൽ ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കുന്നു. അപ്പൊ അതെന്താണോ പ്ലേസ്. അപ്പൊ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേസും ആകാം, അതല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഏരിയ, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സംഭവം ആകാം അല്ലെ. യെസ്, അപ്പൊ ഈ വിർച്വൽ സ്പേസും ആകാം. അപ്പൊ അവിടെ നിന്ന് ആളുകൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു വിർച്വൽ ലൊക്കേഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? മാർക്കറ്റ് എന്ന് പറയും. ഇത് ചെയ്യുന്നു. ഇനി മാർക്കറ്റ് എന്ന വേർഡ് വന്നിരിക്കുന്നത്
മർക്കറ്റസ് എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ വേർഡിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആ വേർഡിന് 2-3 അർത്ഥങ്ങളൊന്ന് ഗുഡ്സ് എന്ന് പറയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ട്രേഡ്, അതും അല്ലെങ്കിൽ പ്ലേസ് വേർ ബിസിനസ് ക്യാൻ ടേക്ക് പ്ലേസ്. ഈ ഒരു അർത്ഥത്തിലാണ് മാർക്കറ്റസ് എന്ന ആ വേർഡിൽ നിന്ന് എന്ത് പറഞ്ഞത്, മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റ് എന്നാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. മാർക്കറ്റ് എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്ന്, ലാറ്റിൻ വേർഡാണ്, അതൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കും കേട്ടോ. അപ്പം അങ്ങനെ മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു വേർഡിൽ നിന്നാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. ദെൻ അടുത്തൊരു ടേം മാർക്കറ്റർ. ഓക്കെ, മാർക്കറ്റർ. അപ്പൊ മാർക്കറ്റർ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ, എ മാർക്കറ്റർ ഇസ് സമ്മൺ ഹു ഫൈൻഡ്സ് വാട്ട് കസ്റ്റമേഴ്സ് വാണ്ട്. അതായത് ഈ കമ്പനിയെ തന്നെ നമ്മൾ മാർക്കറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആരാണോ മാർക്കറ്റ് ചെയ്യുന്നത്, അതായത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റിനെ, ആ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നു, അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അയാളാണ് മാർക്കറ്റർ എന്ന് പറയുന്നത്. അടുത്ത ടൈമാണ് മാർക്കറ്റിംഗ് മിക്സ്. ഓക്കെ, മാർക്കറ്റിംഗ് മിക്സ്. അപ്പൊ നമ്മൾ ഈ ഒരു സബ്ജക്റ്റില് മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ടാകും. അതിൽ സെക്കൻഡ് യൂണിറ്റ്, ഈ ബ്ലോക്കിന്റെ സെക്കൻഡ് യൂണിറ്റിൽ മാർക്കറ്റിംഗ് മിക്സിനെ പറ്റിയിട്ട് ഒരു പ്രില്യൂഡ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ട്, പിന്നീട് നമ്മൾ ചാപ്റ്റർ ആയിട്ട് തന്നെ ഇതിന്റെ മറ്റ് മിക്സുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് ചോദിച്ചോ, ദ സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസ് used by organizations to meet the marketing objectives in a target market is called the marketing mix. ഓക്കെ, അതായത് ഒന്നുമില്ല, നമ്മള് എന്താ പറയാ, നമ്മുടെ മാർക്കറ്റ് മാക്സിമം ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മാർക്കറ്റിൽ മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കണം. റൈറ്റ്. അപ്പൊ ഇങ്ങനെ മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസ് പല തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യും, അല്ലെ? അപ്പൊ അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു മെക്കാനിസം ആണ് ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, പ്രോഡക്റ്റ് ആവശ്യമുണ്ട്, അല്ലെ? പിന്നെയോ പ്രൈസ്, ആ പ്രോഡക്റ്റിന് കൃത്യമായിട്ട് ഒരു പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യണം. റൈറ്റ്. ഇനി പ്ലേസ് എന്ന് വെച്ചാൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്. സാധനം ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലെ? സാധനം ഉണ്ടാക്കി കമ്പനിയിൽ ഫാക്ടറിയിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കണം, അല്ലെ? ഹൗ ഡു യു ഡു ദാറ്റ്? ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ. അതാണ് പ്ലേസ് എന്ന് പറയുന്നത്. അതൊരു പ്രൊമോഷൻ എന്ന് വെച്ചാൽ ആളുകൾ ഇതിനെപ്പറ്റി അവയറാണ്, ഇതിനൊരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഗിവ് സം കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെന്റ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അല്ലെ? അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രോപ്പർ മിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് മിക്സിന്റെ എലമെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ അതിന് ഇങ്ങനെ പറയാ, 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. ഇത് നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാവും. കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ യു മസ്റ്റ് ഹാവ് ലേൺഡ്, യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. അതായത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാല് വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് വെച്ചാൽ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. 4 P, അതായത് 4 P. ഓക്കെ, 4 Pകൾ ചേർന്നതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയും. ഏതൊക്കെയാണ് 4 P എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ P ആണ് പ്രോഡക്റ്റ്, രണ്ടാമത്തെ P ആണ് പ്രൈസ്, മൂന്നാമത്തെ P ആണ് പ്ലേസ്. പ്ലേസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് പ്രൊമോഷൻ. ഓക്കെ, അപ്പൊ 1 പ്രോഡക്റ്റ്, 2 പ്രൈസ്, 3 പ്ലേസ്, 4 പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ്. അപ്പൊ ഈ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ പറയും, 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. ഇതിനെയാണ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പൊ ഈ 4 പീസിനെ എത്ര നന്നായിട്ട് മിക്സ് ചെയ്ത് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കാൻ, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര നന്നായിട്ട് മിക്സ് ചെയ്യാൻ സാധിക്കുന്നോ ആ കമ്പനി, ദാറ്റ് കമ്പനി വിൽ വിൻ ഇൻ ദി മാർക്കറ്റ്. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? എന്താ മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലേ? Yes, ma'am. Yes, ma'am. ഓക്കെ, അപ്പൊ അടുത്ത കോൺസെപ്റ്റിലോട്ട് പോകാം. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചത്? എന്താണ് മാർക്കറ്റിംഗ് നമ്മൾ മനസ്സിലാക്കി, മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ദെൻ മാർക്കറ്റ് ആരാന്ന് നമ്മൾ മനസ്സിലാക്കി, മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച്. ഓക്കെ, മാർക്കറ്റ് റിസർച്ച്. അപ്പൊ മാർക്കറ്റ് റിസർച്ചും ഉണ്ട്, മാർക്കറ്റിംഗ് റിസർച്ചും ഉണ്ട്. മാറിപ്പോകരുത്, മാർക്കറ്റ് റിസർച്ചും ഉണ്ട്, മാർക്കറ്റിംഗ് റിസർച്ചും ഉണ്ട്. അപ്പൊ എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, മാർക്കറ്റ് റിസർച്ച് ഇസ് വേർ
റിസർച്ച് ആക്ടിവിറ്റീസ് ആർ ഫോക്കസ്ഡ് ഓൺ സ്പെസിഫിക് മാർക്കറ്റ്. അതായത് ഇപ്പൊ ഒരു കുട്ടികളുടെ മാർക്കറ്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ദ ബെസ്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി കുട്ടികളെ ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസ് ആണ് വിചാരിക്കും, കുട്ടികളുടെ ഉടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെയാണ് വിചാരിക്കുക. അപ്പൊ ആ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എന്താണ് ഒരു റിസർച്ച് നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ മാർക്കറ്റ് റിസർച്ച്. അതായത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? It is a place, yeah, where the buyers are buyers of sellers of they will buy and sell the goods and services, അല്ലേ? അപ്പൊ ആ ഒരു മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി നടത്തുന്നതിന് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയും. എന്നാൽ അതേ സമയത്ത് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാലോ, ദാറ്റ് ഇസ് എ പ്രോസസ്. അതൊരു എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്? ഇറ്റ് കവേഴ്സ് എ വൈഡർ റേഞ്ച് ഓഫ് ടോപ്പിക്സ് ടു ഫൈൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. എന്ന് വെച്ചാൽ അതെന്തും ആകാം, അല്ലെ? ലോകത്തുള്ള എന്ത് സാധനത്തെ പറ്റിയിട്ടും അവിടെ എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നു. അപ്പൊ ക്ലിയർ ആയല്ലോ? മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രോഡർ ഏരിയ വേർ വി ആർ ഐഡന്റിഫൈങ് ഇസ് ദർ എനി പ്രോഡക്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. അതേസമയത്ത് മാർക്കറ്റ് റിസർച്ച് ഒരു പെർട്ടിക്കുലർ നിഷ് ഏരിയ എടുത്തിട്ട് അവിടെ എന്തൊക്കെയാണ് ഒരു നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ആ മാർക്കറ്റിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു റൂറൽ ഏരിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സെമി റൂറൽ ഏരിയ, അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ന സ്ഥലത്ത് അവിടെ നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കുട്ടികളുടെ സെഗ്മെന്റ്, നേരത്തെ പറഞ്ഞു കുട്ടികളുടെ സെഗ്മെന്റ്, അതല്ലെങ്കിൽ പിന്നെ എന്താണ് ഇൻകത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള സെഗ്മെന്റ്സ്, അതല്ല അങ്ങനെയൊക്കെയുള്ള സെഗ്മെന്റുകൾ ഉണ്ടാവുമല്ലോ. ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എന്താണ് റിസർച്ച് നടത്തുന്ന മാർക്കറ്റ് റിസർച്ച്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നേച്ചർ ഓഫ് മാർക്കറ്റിംഗ്. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നേച്ചർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്? ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയലി കോംപ്ലക്സ് പ്രോസസ്. എന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുന്നതല്ല. നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമ്മൾ കസ്റ്റമേഴ്സിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് തൊട്ട് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കി കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കുന്നത് വരെ ഉള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ലോങ് ടൈം കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? മാർക്കറ്റിംഗിൽ വരുന്ന ആക്ടിവിറ്റീസ്. സോ ദാറ്റ് ഇറ്റ് ഇസ് എ കോംപ്ലക്സ് പ്രോസസ്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് വരുന്നതെന്ന് ചോദിച്ചാല് മാനേജീരിയൽ ഫംഗ്ഷനാണ്. അതായത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് അത് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും, അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, ഇതൊക്കെ എന്താണ് കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഇസ് എ മാനേജീരിയൽ ഫംഗ്ഷൻ. പിന്നെ കൺസ്യൂമർ ഓറിയന്റഡ് ആണ് ഒബ്വിയസ്ലി, അല്ലെ? മാർക്കറ്റിംഗ് എപ്പോഴും കസ്റ്റമറുടെ വാണ്ട്സ് അല്ലെങ്കിൽ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് മുതലാണ് സംഭവങ്ങൾ തുടങ്ങുന്നത്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി കൺസ്യൂമർ ഓറിയന്റഡ് ആണ്. അതുപോലെ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. മാർക്കറ്റിംഗ് ഒരു സമയത്ത് ചെയ്തിട്ട് പിന്നെ നിർത്തിവെക്കാൻ പറ്റുമോ? നിർത്തിവെച്ചാൽ അപ്പൊ ആ കമ്പനി പിന്നെ താഴോട്ട് പോരും. നമ്മൾ അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്പർ 1 പൊസിഷനുള്ള കമ്പനീസ് ഭയങ്കര അഡ്വർടൈസ്മെന്റും അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോഡക്റ്റ് ഒക്കെ കൊടുത്തു ഇങ്ങനെ പുഷപ്പ് ചെയ്ത് ടോപ്പിലെത്തിച്ചു. ഒരു കുറെ കാലത്ത് ആ കമ്പനിയെ പറ്റി ഒന്നും കേൾക്കാതിരിക്കാന്ന് വിചാരിച്ചോ? നോർമലി എന്ത് സംഭവിക്കും? ആളുകളുടെ മനസ്സിൽ നിന്ന് ആ കമ്പനീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോകും, നമ്മളത് ഫൊർഗെറ്റ് ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കമ്പനിയെ പറ്റിയുള്ള ആക്ടിവിറ്റീസ് പുറത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ദെൻ ആർട്ട് ആൻഡ് സയൻസ് ഒബ്വിയസ്ലി. ആർട്ടിന്റെ സയൻസിന്റെ ഒക്കെ പ്രത്യേകത എന്താ? അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഉണ്ടാകും, അല്ലെ? അതുപോലെ തന്നെയാണ് മാർക്കറ്റിംഗ്. അപ്പൊ മാർക്കറ്റിംഗിൽ നമുക്ക് എന്ത് പറയാം? ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു സയൻസ് ആണെന്ന് പറയാം. എന്ന് വെച്ചാല് choosing a target market and satisfying that market by delivering value-added products and services. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ആദ്യം കസ്റ്റമറിന്റെ നീഡ്സും വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്ത് ആ വാണ്ട്സിന് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ പ്രോഡക്ട്സ് സർവീസസ് എത്തിച്ചു കൊടുക്കുന്നു, റൈറ്റ്? ദെൻ ആഫ്റ്റർ ദാറ്റ് ഓൾസോ വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ദീസ് കസ്റ്റമേഴ്സ്. അപ്പൊ ഇതൊരു കൈൻഡ് ഓഫ് എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ്സും ആണ്. അലോങ് വിത്ത് ദാറ്റ് ഒരു കൈൻഡ് ഓഫ് ആർട്ട് പോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലെ ഗോൾ ഓറിയന്റഡ്. എന്റെ ഗോൾ, ഞാനൊരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഗോൾ എന്താ? മെയിൻലി പ്രോഫിറ്റ് ആണ്, അല്ലെ? ഞാനൊരു കാര്യം കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? വാട്ട് ഇസ് മൈ എക്സ്പെക്ടേഷൻ? ഒബ്വിയസ്ലി ഞാനൊരു കമ്പനി ആണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ദാറ്റ് ഇസ് വാട്ട് മൈ ഇന്റൻഷൻ, അല്ലേ? യെസ്. ഇനി കണ്ടിന്യൂ ചെയ്യും.
സോഷ്യൽ ആക്ടിവിറ്റി. എന്ന് വെച്ചാല് നമ്മൾ പറയാറുണ്ട് പണ്ടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് സെല്ലിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ എലമെന്റ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് CSR കേട്ടിട്ടുണ്ടോ? എന്താ CSR? എന്താ CSR? സിജു, എന്താ CSR? പറഞ്ഞോ. സോഷ്യൽ കോർപ്പറേറ്റ് സോഷ്യൽ 6 സർവീസ് ആണോ? റെസ്പോൺസിബിലിറ്റി. എക്സാക്ട്ലി റെസ്പോൺസിബിലിറ്റി. വെരി ഗുഡ്. എന്താ സംഭവം? എന്താ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞു? വലിയ ടോപ്പൊക്കെയാണ് അല്ലേ? എന്താ സംഭവം? കോർപ്പറേറ്റുകള് ജനങ്ങൾക്ക് വേണ്ടി സർവീസ്, അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട സർവീസ്. എക്സാക്ട്ലി. എന്ന് വെച്ചാല് നമ്മൾ പറയും എല്ലാ കോർപ്പറേറ്റ് കമ്പനീസ് അല്ലേ, കമ്പനീസ് ആർ ഹാവിംഗ് എ കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സൊസൈറ്റി. എന്തുകൊണ്ട്? നമ്മൾ കമ്പനീസിനൊക്കെ പിന്നെ സൊസൈറ്റിയിലോട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ടോട്ടൽ പ്രോഫിറ്റിന്റെ ഒരു 2% എന്താണ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം എന്ന് നിയമമൂലം പറയുന്നുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? റൈറ്റ്? അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ, അതിന്റെ ഒരു ബേസിക് ഫിലോസഫി എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം. അതായത് ഒരു ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നത്, അവർക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നില്ല, ചോദിക്കണോ? ചോദിക്കുന്ന വെച്ചാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാ? വെരി നെസസറി. അതായത് ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ ഡിഫറെന്റ് ഫാക്ടേഴ്സ് വിച്ച് ആർ നെസസറി ഫോർ an ഓർഗനൈസേഷൻ ടു റൺ അല്ലേ. അപ്പൊ ഇത്തരം ഫാക്ടേഴ്സ് എന്താണ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇത്തരം റിസോഴ്സസ്, അത് ഈ പറയുന്ന നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എടുത്തിട്ടാണ് ഒരു കമ്പനി എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ എന്ത് സാധനം ഉണ്ടാക്കുക, എന്നിട്ട് അത് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക, അത് സെല് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് അവർ ഏൺ ചെയ്യുന്നു. ഇനി നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ പണ്ട് കൊക്കക്കോളയ്ക്കൊക്കെ എതിരെ, അതായത് മയിലമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയുടെ പേരൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? അതായത് തമിഴ്നാട് അടുത്താണ് ഒരു സ്ഥലത്ത് കൊക്കക്കോളയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അജിറ്റേഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഗ്രൗണ്ട് വാട്ടർ അവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം സിറ്റുവേഷനിൽ എന്താ കാരണം? എന്താ ഈ പറയുന്ന കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനി അവരുടെ ഗ്രൗണ്ട് വാട്ടർ അവരുടെ എന്താണ് കൊക്കക്കോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അതുകൊണ്ട് അവരുടെ അടുത്തുള്ള ആളുകൾക്ക്, അപ്പൊ ആക്ച്വലി എന്താണ് ആ ഗ്രൗണ്ട് വാട്ടർ ആർക്കും കൂടി അവകാശപ്പെട്ടതാണ്? അവിടുത്തെ ലോക്കൽ പീപ്പിളിന് അവകാശപ്പെട്ടത് കൂടിയാണ് അല്ലേ. അപ്പൊ അത് അവർക്ക് കിട്ടാതെ ആക്ച്വലി അത് ഇവര് എടുത്തിട്ട് ഇതിൽ നിന്ന് ഭയങ്കര ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ഏതൊരു റിസോഴ്സസും എല്ലാവർക്കും ഈക്വലി എന്താണ് അവകാശപ്പെട്ടതാണ്. അപ്പൊ അത്തരം റിസോഴ്സസ് എടുത്ത് ഒരു കമ്പനി ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ ഒബ്വിയസ്ലി ദ കമ്പനി ഈസ് റെസ്പോൺസിബിൾ ടു ഗീവ് സൊസൈറ്റി ബാക്ക് അല്ലെ. ആ കമ്പനി സൊസൈറ്റിയിലോട്ട് തിരിച്ചു കൊടുക്കാൻ തീർച്ചയായും ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു. അതിനുള്ള ബാധ്യത അവർക്കുണ്ട്. അപ്പൊ ഇതാണ് ഈ ഫിലോസഫിയാണ് ശരിക്കും CSR എന്ന് പറയുന്നത്. അതാണ് ഈ സോഷ്യൽ ആക്ടിവിറ്റി ഒരു ഓർഗനൈസേഷൻസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ശരിക്കും മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടും ഇത്തരം സോഷ്യൽ, അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് എ സോഷ്യൽ ആക്ടിവിറ്റി. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇസ് കൈൻഡ് ഓഫ് എ സോഷ്യൽ ആക്ടിവിറ്റി വിച്ച് ഫോക്കസസ് ഓൺ ദ ഇൻട്രസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ്, ദ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി മാനുഫാക്ചർ. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. കസ്റ്റമേഴ്സിലോട്ട് ഒരു പ്രോഡക്റ്റോ കാര്യങ്ങൾ എത്തിക്കുമ്പോൾ ഒന്ന് അവർക്കത് ഹാംഫുൾ ആവരുത്. കസ്റ്റമേഴ്സ് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് ഷുഡ് നെവർ ബി ഹാംഫുൾ ടു ദ കസ്റ്റമേഴ്സ്. അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആസ് എ മാർക്കറ്റർ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി അല്ലേ. അപ്പൊ മാത്രമല്ല അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനവും കൂടി ആയിരിക്കും. ഒന്നെങ്കിൽ അവർ ടൈം സേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ മറ്റ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് അവരെ സഹായിക്കുന്ന ഒരു സാധനം കൂടി ആവണം. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ റെലവൻസ് കൂടി മാർക്കറ്റിംഗിലുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റീസ് അല്ലെ. ശരിക്കും പറഞ്ഞാല് നമുക്ക് എന്താ ഊബർ എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് യൂട്ടിലിറ്റിയാ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്ത് യൂട്ടിലിറ്റിയാ ഊബർ എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്? എന്ത് യൂട്ടിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ. ഒരു പ്ലേസ് എന്ന് പറയുന്ന സംഭവമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇതുപോലെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഷുഡ് ബി
a utility to the customers. എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. ദാറ്റ് ഇസ് a feature. പിന്നെ helps to make right production, പിന്നെ generate employment and ensure social welfare, integrated process, guiding activity. അപ്പൊ ഇതൊക്കെ എന്താണ്? These are all different characteristics or features of marketing activities. അപ്പൊ ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പൊ ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് PPT ഡിപ്പെൻഡ് ചെയ്താലും മതി, ജസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സാമിനേഷൻ. പക്ഷെ നിങ്ങൾ ബുക്ക് വായിച്ചാലായിരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയുടെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ അല്ലല്ല, സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു സ്കോപ്പ് എന്താ എന്ന് ചോദിച്ചാല് ആ ഒരു സാധ്യത അല്ലെങ്കിൽ അതിന്റെ ഒരു കവറേജ്, എന്തൊക്കെയാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കവർ ചെയ്യപ്പെടുന്ന ഏരിയാസ് എന്തൊക്കെയാണ്. അപ്പം ഒന്നെന്താ? മാർക്കറ്റിംഗ് റിസർച്ച്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് മാർക്കറ്റ് റിസർച്ച് ആക്ടിവിറ്റികളും ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ റിസർച്ച് ആക്ടിവിറ്റി എന്താണ്? ദാറ്റ് വിൽ ഹെൽപ്ഫുൾ ടു ഐഡന്റിഫൈ കസ്റ്റമർ നീഡ്സ്. ഇപ്പൊ നമ്മുടെ തന്നെ സാറ്റിസ്ഫൈ. ഇപ്പൊ നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്കറിയാം നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യണം. ഇപ്പൊ നമുക്ക് ഈ മറ്റേ ആടിമാസമായിരുന്നു. അപ്പൊ ആടിമാസത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് സാധാരണ ആളുകളൊക്കെ എന്താണ്, വീടൊക്കെ മൊത്തം വൃത്തിയാക്കും, ക്ലീനിങ് ഒക്കെ നടത്തും. അങ്ങനെ ഒരു പണ്ടൊക്കെ നമുക്ക് ഫോളോ ചെയ്ത ഒരു കസ്റ്റം ഉണ്ട് അല്ലേ. അപ്പൊ ഇപ്പോഴേ ആൾക്കാർക്ക് നേരം ഇപ്പൊ എല്ലാവരും പറ്റുന്നതായിട്ടുള്ള ആൾക്കാരാണ്. മെജോറിറ്റി വീടുകളിൽ ആരും ഉണ്ടാവാറില്ല. പുറമേ ഉള്ള വീടുകളിൽ ആളുകൾ പുറമേ ആണെങ്കിൽ ആ വീട്ടിൽ ഒരു മനുഷ്യൻ പോലും കാണില്ല. അപ്പൊ ഒരു വീട് ക്ലീൻ ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ടാസ്ക്. ആളെ വിളിച്ച് ചെയ്യിപ്പിക്കാനാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കണം. നാട്ടിൻ പുറത്ത് അങ്ങനെ പ്രശ്നമില്ലേ മിസ്സേ? നാട്ടിൻ പുറത്ത് പ്രശ്നമില്ലേ? ഇല്ല, നാട്ടിൻ പുറത്തുള്ള സ്ത്രീകളെല്ലാം തന്നെ ആ പണ്ടത്തെ പോലെ തന്നെ ചെയ്യണം. ഞങ്ങളുടെ ഏരിയത് എങ്ങനെ ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ടൗണിലാ താമസിക്കുന്നെങ്കിലോ പോസിബിൾ ആണ്. ഒരു സംവാട്ട് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ എന്ന് പറയാം അല്ലേ. അപ്പൊ നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാകും ഈ ക്ലീനിങ് ഏജൻസീസ്. മീൻസ് നമ്മളിപ്പോ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലെ എന്താ ഒരു ദിവസം കൊണ്ട് ഒരു കംപ്ലീറ്റ് വീട്, ഇപ്പൊ ഒരു അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ കംപ്ലീറ്റ് വീട് നമ്മൾ വിളിച്ച് പറഞ്ഞാൽ എത്ര എമൗണ്ടിന് അറിയാം, നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഒരു പുതിയ വീടാക്കിയിട്ട് കൈക്കൊള്ളും. സോ അപ്പൊ എന്താണ്, ദാറ്റ് ഇസ് എ ന്യൂവർ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എന്ന് ഇതൊരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അവരത് എങ്ങനെയായിരിക്കും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവുക? ഇപ്പൊ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, ജോലിക്ക് ആളെ വിളിച്ചാൽ കിട്ടുന്നില്ല. അത് തന്നെ വലിയ പ്രശ്നമാണ്. ജോലിക്ക് ആളെ വിളിച്ചാൽ ഞാൻ പറയുന്നത് കുറച്ചും കൂടി ടൗൺ ഏരിയാസിലോട്ടൊക്കെയാണ് ഇപ്പൊ ശരിക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഇവൻ ഞാൻ അടക്കം സകലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ആളുകളെ വിളിച്ചാൽ കിട്ടാനുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ആ സമയത്ത് നമുക്കൊന്ന് വീട് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഏജൻസികള് അവര് വരുന്ന കുറെ എക്യുപ്മെന്റ് കൊണ്ടുവരുന്നു. നമ്മൾ നിങ്ങളുടെ റീൽസിലൊക്കെ കാണുന്നുണ്ടാവുമായിരിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. വരുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, ഒറ്റ ദിവസം കൊണ്ട് സകല പരിപാടിയും ചെയ്ത് ക്ലീൻ ആക്കി വീട് കൈ തരും. അപ്പൊ ദാറ്റ് എന്താണ്, അതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. എന്താണ്, കസ്റ്റമേഴ്സിന് അത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നു, ഈ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക്. അതോടൊപ്പം തന്നെ അതൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു പുതിയൊരു എന്താ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ. അത് ഇത്തരം റിസർച്ചുകൾ നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിലൂടെയാണ് മനസ്സിലാവുന്നത് കസ്റ്റമർക്ക് ഇങ്ങനെ ഒരു വീടുണ്ട്. ഇഫ് യു ആർ ഫുൾഫില്ലിംഗ് സച്ച് നീഡ്സ് ഇറ്റ് വിൽ ബി എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? യെസ്. അതുപോലെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈസിംഗ് ഡിസിഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ടൂ മച്ച് ഓഫ് പ്രൈസ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കുമോ? ഇല്ല. എന്നാൽ തീരെ പ്രൈസ് കുറച്ച് കൊടുക്കാന്ന് വെച്ചാൽ അത് കമ്പനിക്ക് ബെനിഫിറ്റ് ആവുമോ? ഇല്ല. കാരണം ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റ്, അതില്ലെങ്കിൽ കമ്പനിക്ക് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുക? ഒക്കെ ശരി, നാളെ തൊട്ട് ഞാൻ പ്രോഫിറ്റ് ഒന്നും എടുക്കുന്നില്ല, കൃത്യം ഇതിലാക്കിയിട്ട് ഞാൻ കൊടുക്കുന്ന സർവീസ് ഓറിയന്റഡ് എന്ന് വിചാരിച്ചാൽ ആ കമ്പനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതും പ്രശ്നമാണ്. സോ വി ഹാവ് ടു പ്രൈസ് ഇറ്റ് പ്രോപ്പർലി അല്ലേ. യെസ്. ഇനി അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, ഇത് മാർക്കറ്റിംഗിന്റെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം പ്രോഡക്റ്റിനെ പറ്റി ആളുകളുടെ ഇടയിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ആളുകൾ എവിടെയൊക്കെയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത്, ആ മാർക്കറ്റിലോട്ട് നമ്മുടെ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. ഇപ്പം കുറച്ചും കൂടെ റൂറൽ ഏരിയാസിലൊക്കെ ആണെങ്കിൽ അവിടെ ആളുകൾ ചിലപ്പോൾ വലിയ ക്വാണ്ടിറ്റി വാങ്ങത്തില്ലേ, സ്മോൾ സാഷേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ അവിടെ ചിലവാക്കുന്നത്.
അപ്പൊ അത്തരം പ്രോഡക്റ്റുകൾ കൂടുതൽ റൂറൽ മാർക്കറ്റിലോട്ട് എത്തിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അത്തരം പ്രോഡക്റ്റുകൾ ചിലപ്പോൾ അധികം എവിടെയാണ് ഈ അർബൻ മാർക്കറ്റിൽ ചിലപ്പോൾ ആവശ്യമുണ്ടായിരുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് നമ്മുടെ സെറ്റപ്പ് ചെയ്യുന്നത്. അതുപോലെ ഫൈനാൻസിങ്, ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റിക്കും എന്താകും ഫ്രണ്ടിൽ പോകണം ബഡ്ജറ്റ്, അല്ലെ? ഫൈനാൻസ്, പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഈ കാര്യം നമുക്ക് ആദ്യം ഫ്രണ്ടിൽ പോകണം, റൈറ്റ്? പിന്നെ അതുപോലെ ആഫ്റ്റർ സെയിൽ സർവീസസ്, നമ്മളത് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ആസ് എ മാർക്കറ്റ്. അതായത് നമ്മൾ അറിയാം ആഫ്റ്റർ സെയിൽ സർവീസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇതുണ്ടെങ്കിൽ കസ്റ്റമറെ നമുക്ക് തിരിച്ചു നിർത്താൻ കഴിയത്തുള്ളൂ, റൈറ്റ്? മീൻസ് വൈ ദിസ്, നമ്മളിപ്പോൾ കുറെ സമയമായിട്ട് നമ്മൾ ആക്ച്വലി ഈ പറയുന്ന മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ആ പോയിന്റുകൾ മാത്രം ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 3 ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്യാം. മാർക്കറ്റിംഗ് എന്നൊരു ആക്ടിവിറ്റി നടക്കുന്നതിലൂടെ കമ്പനി ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ആസ് എൻ ഓർഗനൈസേഷൻ നമ്മൾ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ആസ് എ കസ്റ്റമേഴ്സിന് കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതൊന്നും കൂടാതെ സൊസൈറ്റിക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് മീൻസ് കമ്പനിക്ക് എന്താ ബെനിഫിറ്റ് കിട്ടുന്നത്? കമ്പനിക്ക് ആക്ച്വലി നല്ല മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെ? അവരുടെ പ്രോഫിറ്റ്, ഗുഡ് വില്ല്, പിന്നെ എന്താ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നിലനിർത്താൻ സാധിക്കും. ഇപ്പൊ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ കൂടെ, അപ്പൊ ഇത് അവർക്ക് നിലനിർത്താൻ സാധിക്കും. രണ്ടാമത്തത് എന്താണ്? പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യും, അല്ലെ? മാർക്കറ്റിംഗ് റിസർച്ച് ഒക്കെ നടത്തുമ്പോഴത്തേക്കും പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്യാനും കസ്റ്റമേഴ്സിന്റെ പുതിയ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനും ഇതൊക്കെ നമുക്ക് സാധിക്കും, അല്ലെ? പിന്നെന്താ? മാർക്കറ്റിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ഫോർ ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി. നാളത്തെ ഒരു മാർക്കറ്റ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ടെക്നോളജി വളരെയധികം അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി കനോട്ട് ലീവ് ഈ ടെക്നോളജിയുടെ ഒരു ഹെൽപ്പിൽ ജീവിക്കാൻ പറ്റില്ല. സോ ടെക്നോളജിക്കലി ഓറിയന്റഡ് ആയിട്ട് എന്തൊക്കെ ആയിരിക്കാം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയാസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. സോ ദാറ്റ് ഇസ് വാട്ട് ദ ബെനിഫിറ്റ് വിച്ച് ഇസ് ഗെറ്റിംഗ് ബൈ ദി കമ്പനീസ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? കസ്റ്റമേഴ്സിന് എന്താ വെച്ചാൽ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മീറ്റ് ചെയ്യപ്പെടുന്നു. അത് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെന്താ? ഈ പ്രൈസ് ഇപ്പൊ കോമ്പറ്റീഷൻ കൂടുന്നു, അല്ലെങ്കിൽ നല്ല മാർക്കറ്റിംഗ് നടക്കുന്നു, വൈഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഒക്കെ വന്നിട്ട് ആ പ്രോഡക്റ്റ് ഒക്കെ ഭയങ്കര പോപ്പുലർ ആണ്. അപ്പൊ എന്താ? പ്രൈസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. കോമ്പറ്റീഷൻ വന്നു കഴിയുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഈ സെയിം പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിയുമ്പോഴത്തേക്കും പ്രൈസ് അവിടെ താഴാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? അപ്പം ഈ പ്രോഡക്റ്റ് വളരെ പോപ്പുലർ ആകുമ്പോഴും അതിന്റെ പ്രൈസ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. സോ അത് കുറഞ്ഞ പ്രൈസിൽ നല്ല ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണ് മീറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രോഡക്റ്റ് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആരെ സംബന്ധിച്ചിടത്തോളം, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇനി സൊസൈറ്റിനെ സംബന്ധിച്ചാണെങ്കിലോ ഇറ്റ് ഈസ് ഇൻസ്ട്രുമെന്റൽ എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റൽ ടു ഇംപ്രൂവിംഗ് ലിവിംഗ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ ആളുകൾക്ക് ഇതുപോലെ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഒക്കെ കൃത്യമായിട്ട് മീറ്റ് ചെയ്യത്തക്കുള്ള പ്രോഡക്റ്റുകളും മത്സരങ്ങളും മാർക്കറ്റ് അവൈലബിൾ ആയാൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് തന്നെ ഇംപ്രൂവ് ആകുകയാണ്, അല്ലെ? അപ്പൊ അവർക്ക് കൂടുതലായിട്ട് അവരുടെ കോർ ഏരിയാസിൽ ഫോക്കസ് ചെയ്യും. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരവരുടെ കരിയറിലായിരിക്കും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ഇതുപോലുള്ള വീട്ടിലെ ജോലികൾ ചെയ്യാനുള്ള സമയം അവർക്ക് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ അത്തരം കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ കുറഞ്ഞ ആളുകളെ വെച്ച് ചെയ്യിപ്പിക്കാം. അപ്പൊ അതൊക്കെ എന്താണ്? അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ എത്ര പേർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അവർ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും അവർക്ക് ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും ഒരു ഡെലിവറി ചെയ്യുമ്പോൾ കിട്ടുന്നത്, അല്ലെ? അപ്പൊ അവരൊരു 10 to 5 വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആഫ്റ്റർ 5 o'clock ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അവര് ഈ പറഞ്ഞ ഡെലിവറി സർവീസസ് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ അഡീഷണൽ ഇൻകം ഒരുപാട് യങ്സ്റ്റേഴ്സ് അത് ചെയ്യുന്നുണ്ട്, അല്ലെ? സോ ഇറ്റ് വിൽ ഗിവ് എ കൈൻഡ് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ശരിയല്ലേ? യെസ്. പിന്നെ സ്റ്റെബിലൈസിങ് ഇക്കണോമിക് കണ്ടീഷൻ, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പൊ ആളുകളുടെ കയ്യിൽ ഉള്ള പൈസ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുമ്പോൾ മാർക്കറ്റിലോട്ട് വരും, നമുക്കറിയാലോ. അപ്പൊ അവരത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. ആ പൈസ അവർ ചെലവാക്കാതെ കയ്യിൽ തന്നെ വെക്കുകയാണെങ്കിൽ മാർക്കറ്റിലോട്ട് മണി വരത്തില്ല. ഈ മാർക്കറ്റിലോട്ട് മണി വരികയും അതിലെ വീണ്ടും ട്രാൻസാക്ഷൻസ് നടക്കുകയും വീണ്ടും ട്രാൻസാക്ഷൻസ് നടന്ന് ആ ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഇക്കോണമി ഗ്രോത്ത് ആവുന്നത്, അല്ലെ? ഒരു തരത്തിലുള്ള ട്രാൻസാക്ഷൻസും കൺസംഷൻസും നടക്കുന്നില്ല എങ്കിൽ ആ ഒരു ഇക്കോണമിയും എന്താവുന്നില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ ആദ്യം പ്രൊഡക്ഷൻ നടക്കണം, അതിന്റെ കൺസംഷൻ നടക്കണം, അതായത് അത് കൺസംഷൻ നടക്കണമെങ്കിൽ അതിന് ട്രാൻസ്പോർട്ട് ചെയ്യണം,
ദെൻ അതിന്റെ കൺസംഷൻ, വീണ്ടും അതെന്താ പ്രൊഡക്ഷൻ. ഇതിങ്ങനെ ഒരു സൈക്ലിക്കൽ പ്രോസസ്സ് പോലെ ഇങ്ങനെ പോകണം. അതിങ്ങനെ എത്രത്തോളം അത് കൂടി വരുന്നു അതിനനുസരിച്ചാണ് ഒരു ഇക്കോണമി തന്നെ ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അത് നടക്കണമെങ്കിൽ ആളുകൾ കയ്യിൽ പൈസ പൂഴ്ത്തി വെച്ചാൽ നടക്കുമോ? ഇല്ല. കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതിലൂടെയാണ് ഈ മണിയുടെ സർക്കുലേഷൻ കൂടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റെബിലൈസിങ് ഇക്കണോമിക് കണ്ടീഷൻ. ഹൗ മാർക്കറ്റിംഗ് സ്റ്റെബിലൈസ് ഇക്കണോമിക് കണ്ടീഷൻ വെച്ചാൽ ഇൻഡയറക്ട്ലി ആണ്. എന്നുവെച്ചാൽ സാധനങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ക്യാഷ് വീണ്ടും മാർക്കറ്റിലോട്ട് വരുന്നു. അഗെയിൻ അത് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നു. ആ മണി ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴാണ് ഒരു ഇക്കോണമി സ്റ്റെബിലൈസ് ആകുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ്. ഇനി കുറച്ച് ഫങ്ഷൻസ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ട സാധനങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ സംസാരിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഐഡന്റിഫൈ കൺസ്യൂമർ നീഡ്സ്, പ്ലാനിങ്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, സ്റ്റാൻഡർഡൈസേഷൻ, ഗ്രേഡിംഗ്, പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്, ബ്രാൻഡിംഗ്, സെറ്റിംഗ് ഓഫ് കസ്റ്റമർ സപ്പോർട്ട് സർവീസസ്, പ്രൈസിംഗ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്. ഇതെല്ലാമാണ് ദീസ് ആർ ഓൾ ഈ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഇതിൽ നമ്മൾ കസ്റ്റമറുടെ നീഡ് ഐഡന്റിഫൈ എന്ന് പറഞ്ഞ് പ്ലാനിങ് എങ്ങനെയാണ്, ഹൗ ടു പ്ലാൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം അല്ലെ. ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പ്ലാൻ ചെയ്യണം, അതാണ് വിഷയം. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി അതിൻ്റെയൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ മാർക്കറ്റില്. അപ്പൊ ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് മാർക്കറ്റിംഗ്. പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്, പ്രോഡക്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയ പാക്കേജിംഗിൽ വരിക, അതിനകത്ത് നന്നായിട്ട് ലേബൽ ചെയ്യാന്ന് വെച്ചാൽ പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസും അതിന്റെ മറ്റൊരു യൂസേജ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുക അല്ലെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബ്രാൻഡ്, ആ നെയിമാണ്, ബ്രാൻഡ് നെയിം ഇല്ലേ, നമ്മുടെ ആ ഒരു കമ്പനിയുടെ നെയിം അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ നെയിം, അതാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് അതാണ് ബ്രാൻഡ് എന്ന് പറയുന്നത് അല്ലെ. അതിനെ ഹൈലൈറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ നല്ല പരസ്യങ്ങൾ കൊടുക്കും. ഇപ്പം നമ്മളെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ടൊക്കെ ആൾക്കാരെ വെക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ വെക്കുന്നുണ്ട്. അപ്പൊ ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ് ബ്രാൻഡ് നെയിം, ബ്രാൻഡ് വാല്യൂ, ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. പിന്നെ കസ്റ്റമർ സർവീസ് സപ്പോർട്ട് സെന്റേഴ്സ് അല്ലെ, ആഫ്റ്റർ സെയിൽ സർവീസസ്, കസ്റ്റമറിന് നമ്മൾ പറയില്ല ഇപ്പൊ ഫോണൊക്കെ ആണെങ്കിൽ കസ്റ്റമർ സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോൾ സമയത്ത് കോൺടാക്ട് ചെയ്യാം അല്ലേ. പിന്നെ പ്രൈസിംഗ് നമ്മൾ ഒബ്വിയസ്ലി പറഞ്ഞു, പ്രൊമോഷൻ നമ്മൾ പറഞ്ഞത്, അഡ്വർടൈസ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് പറഞ്ഞ എന്താ ഈ പ്രോഡക്റ്റുകൾ സ്റ്റോർ ചെയ്യും. ഇപ്പൊ കൊറിയർ സർവീസസ് ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ ഇങ്ങോട്ട് വരും. ഒന്നെങ്കിൽ ഒരു നോർത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഓരോരോ സ്ഥലത്ത് ഓരോ ഹബ് ഉണ്ടാവും അല്ലെ, ഈ വെയർ ഹൗസുകൾ ഉണ്ടാകും നമുക്ക് പ്രോഡക്റ്റുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി. സോ ദാറ്റ് ഇസ് അതും എന്താണ് മാർക്കറ്റിംഗിന്റെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ കൊറിയർ സർവീസസിലൊക്കെ ഏറ്റവും അധികം നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ദെർ ആർ സർട്ടൻ കോൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പം ഈ കോൺസെപ്റ്റ്സ് പറയുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗിന്റെ ഒരു എവല്യൂഷൻ ആണ് പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇതിന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് അത് വന്നതെന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം നിർബന്ധമായിട്ടും. അതില് ഈ കോൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ് അതിന്റെ ഒരു ചെറിയൊരു പ്രില്യൂഡ് ഞാൻ പറയാം. അതായത് പണ്ട് കാലത്ത് ഒരു പ്രീ ഇൻഡസ്ട്രിയൽ എറ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വരുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നു ആളുകള്, നമുക്കറിയാം ആളുകൾ കാട്ടിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വാണ്ടറിങ് പീപ്പിൾ, ഹ്യൂമൻ ബീങ്സ് ആർ വാണ്ടറിങ്. അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരുന്നു. കാട്ടിലും ഒക്കെ നടന്ന് അവര് എന്താണ് ഈ കാട്ടുതടികളും മൃഗങ്ങളെയും ഒക്കെ ഇങ്ങനെ ഭക്ഷിച്ച് അങ്ങനെ നടത്തുമായിരുന്നു. ശേഷം എന്തായി, ആളുകള് ഒരു പർട്ടിക്കുലർ സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ, അവര് ബാങ്ക് ഓഫ് റിവറിലൊക്കെ താമസിക്കാൻ തുടങ്ങി. അതാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ. അപ്പൊ അങ്ങനെ ഒന്നിച്ചൊരു സമൂഹമായിട്ട് താമസിക്കാൻ തുടങ്ങിയ സമയത്ത് അവരെന്ത് ചെയ്തു, പീപ്പിൾ പ്രൊഡ്യൂസ്ഡ് ഫോർ സെൽഫ് കൺസംഷൻ. അവരവർക്ക് വേണ്ട സാധനങ്ങൾ അവരവർ ഉണ്ടാക്കുക, അത് കഴിക്കുക, ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അതിനുശേഷം എന്തായി, ബാർട്ടറിംഗ് സിസ്റ്റം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ബാർട്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരാൾക്കാർ ഉണ്ടാക്കി എന്റെ കയ്യിൽ ഇല്ലാത്ത സാധനം ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തു, അയാളുടെ കയ്യിൽ നിന്ന് എന്റെ കയ്യിലുള്ള സാധനം അയാൾക്ക് കൊടുത്തു, അയാളുടെ കയ്യിൽ നിന്ന് എനിക്കില്ലാത്ത സാധനം ഞാൻ വാങ്ങിക്കുന്നു. ദിസ് ഇസ് എ ബാർട്ടറിംഗ് സിസ്റ്റം അല്ലേ. അതിനുശേഷം പിന്നെ എന്തായി, ഒരു ഏർലി സിവിലൈസേഷൻ, അതായത് ആളുകൾ നല്ലൊരു സമൂഹമായിട്ടൊക്കെ താമസിക്കാൻ തുടങ്ങിയതിനു ശേഷം അവർ താമസിക്കാൻ തുടങ്ങിയത് എവിടെയായിരുന്നു, സാധാരണ വെള്ളമൊക്കെ അവൈലബിൾ ആകുന്നത്, അതായത് നദികളുടെ തീരത്തൊക്കെ അവർ താമസിച്ചു ഗ്രൂപ്പായിട്ടൊക്കെ താമസിക്കാൻ തുടങ്ങി. പതുക്കെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു മാർക്കറ്റ് ഉണ്ടായി വരാൻ തുടങ്ങി, ഒരു സെൻട്രൽ പ്ലേസ് ഓഫ് എക്സ്ചേഞ്ച്. ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലേ, അപ്പോഴത്തേക്ക് ഒരു മണി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ വന്നു. അങ്ങനെ സാധനങ്ങൾ ഒരു വാല്യൂവിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വാങ്ങിക്കലും വിൽക്കലും ഒക്കെ തുടങ്ങി. അപ്പൊ അതിനുശേഷം പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. എന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, പ്രൊഡക്ഷൻ വന്നു, സാധനം മാസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന്. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് എന്ത് സംഭവിച്ചത്,
സാധനങ്ങൾ മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു സാധനം വന്നത്. കാരണം അപ്പോഴാണ് റിസോഴ്സസ് ഇല്ല, ആളുകൾക്ക് ഭക്ഷിക്കാനുള്ള സാധനം. ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു 1930s അല്ലേ. അപ്പൊ ആ സമയത്തൊക്കെ ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നിട്ട് ആളുകൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയായി, ഭക്ഷണം കിട്ടാത്ത അവസ്ഥയായി. അപ്പൊ എന്താ, മാക്സിമം പ്രൊഡക്ഷൻ നടത്തിയാലേ സാധിക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പൊ അതാണ് ഈ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത, മാസ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ഫോർഡ് മോട്ടോഴ്സ് ഒക്കെ ആ സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ ആ സമയത്ത് മാസമായിട്ട് പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളത് മാത്രമായിട്ട് ലക്ഷ്യം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അവിടെ തൊട്ടാണ് നമ്മുടെ ഈ പ്രൊഡക്ഷൻ എന്നുള്ള സംഭവത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് അവിടെയാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് എന്ത്, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. എന്താ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാല്, ഇത് ഫോക്കസ് ഓൺ മാനുഫാക്ചറിങ് ഗുഡ്സ്. ഫോക്കസ് ഓൺ മാനുഫാക്ചറിങ് ഗുഡ്സ് എന്ന് വെച്ചാല് മാക്സിമം സാധനങ്ങൾ ഉത്പാദിപ്പിക്കുക. ഇപ്പൊ സാധനങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാക്കി അവൈലബിൾ ആക്കി കൊടുക്കുക, അത് മാത്രം ചെയ്താൽ മതി എന്നായിരുന്നു അന്നത്തെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ സാധനങ്ങൾ എന്താ ഇപ്പൊ കിട്ടാനില്ല, അതുകൊണ്ട് നമ്മൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, ആളുകളിലോട്ട് എത്തിച്ചു കൊടുക്കാം, ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എടുത്തോളും. ഇതായിരുന്നു അന്നത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ശേഷം അങ്ങനെ ആദ്യം കുറച്ച് നാൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, ഒരു ഏർലി 20th ഒക്കെ ആയപ്പോൾ, അതായത് ഒരു 20th സെഞ്ചുറിയുടെ ഒരു ബിഗിനിങ്ങിലൊക്കെ ആയപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല. നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കൂട്ടി ആൾക്കാർക്ക് ഇട്ട് കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് അത് സെയിൽ ആവണമെന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, നല്ല പ്രോഡക്റ്റ് കൊടുക്കണം, ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കണം, ബെസ്റ്റ് ഫീച്ചേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്താവത്തുള്ളൂ, പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങിക്കുള്ളൂ എന്ന കോൺസെപ്റ്റിലോട്ട് എത്തി. ദാറ്റ് കോൺസെപ്റ്റ് ഇസ് കോൾഡ് പ്രോഡക്റ്റ് കോൺസെപ്റ്റ്. മാറിപ്പോ അവർക്ക് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മാസീവായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. അതിപ്പോ എന്ത് സാധനമാണെങ്കിലും മാസമായിട്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് ആളുകളോട് കൊടുക്കുക. ക്വാളിറ്റി ഒന്നും ഡസന്റ് മാറ്റർ. പക്ഷെ പ്രോഡക്റ്റ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇസ് എ മാറ്റർ. നല്ല പ്രോഡക്റ്റ് കൊടുക്കണം, നല്ല ഫീച്ചേർഡ് പ്രോഡക്റ്റ് കൊടുക്കണം എന്നാലേ ആളുകൾ വാങ്ങിക്കുള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെ അതിന് കുറച്ച് നാളൊക്കെ അപ്പൊ ഗില്ലറ്റ് റേസർ, നിങ്ങൾക്ക് അറിയാം ഇപ്പോഴും ഗില്ലറ്റ് റേസർ ഒക്കെ മാർക്കറ്റുണ്ട്. ഈ ഗില്ലറ്റ് റേസർ ഒക്കെയാണ് ശരിക്കും ഈ ഒരു കോൺസെപ്റ്റിലോട്ട് അവര് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ ചെയ്ത ആൾക്കാരാണ്. അതുപോലെ ഒരു 20th സെഞ്ചുറിയുടെ ഒരു മിഡ് ആയപ്പോഴത്തേക്കും ആൾക്ക് മനസ്സിലായി, നമ്മൾ ഇങ്ങനെ പ്രോഡക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഇത് സെല്ല് ചെയ്താലേ എന്ന് വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കണം, നമ്മളിത് പുഷ് ചെയ്യണം, എന്നാലേ ആൾക്കാർ ഇത് കൂടുതലായിട്ട് വാങ്ങിക്കുള്ളൂ എന്നൊരു കോൺസെപ്റ്റിലോട്ട് വന്നു. വെറുതെ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല പ്രോഡക്റ്റിന് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളത് പുഷ് ചെയ്യണം, എന്നാലേ സെയിൽസ് നടക്കുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് വന്നു. അതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ്. ഇതെന്താ, അഗ്രസീവായിട്ട് സെല്ല് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എല്ലാ ടെക്നിക്കും ഉപയോഗിച്ച് മാക്സിമം സംഭവം സെല്ല് ചെയ്യാം. ഇവിടെ ഒരേ ഒരു എയിമേ ഉള്ളൂ, പ്രോഡക്റ്റ് മാക്സിമം കസ്റ്റമറിനെ അടിച്ചേൽപ്പിക്കുക. ഓക്കെ, സെല്ല് ചെയ്യുക, പുഷ് ചെയ്യുക, എന്നാലേ പ്രോഡക്റ്റ് സെല്ലാവുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് വന്നു. അങ്ങനെ അതാണ് ഡോർ ടു ഡോർ വാക്യൂം ക്ലീനറിന്റെ ഡെലിവറി അല്ലെങ്കിൽ അത് സെയില് ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു. മാക്സിമം സെയിൽസിനെ ബൂസ്റ്റ് ചെയ്യും. അതൊക്കെ കുറച്ച് നാൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ നമ്മൾ ആൾക്കാരെ അടിച്ചേൽപ്പിച്ച ആൾക്കാർ വാങ്ങിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ് വേറൊരു ടെക്നിക്ക് ആവശ്യം. അങ്ങനെയാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോൺസെപ്റ്റ് വന്നു. ഓക്കെ, അപ്പൊ എന്താ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് പറഞ്ഞത്? അപ്പൊ അവർക്ക് മനസ്സിലായി, നമ്മൾ സാധനം ഉണ്ടാക്കി ആൾക്കാർ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല, പക്ഷെ അവർക്ക് എന്താ ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ് കസ്റ്റമറുടെ ആവശ്യം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് കൊടുത്താലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, സെയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ആ കോൺസെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെ അതിനുശേഷം എന്താ, അങ്ങനെ ആദ്യത്തിന്റെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് കുറച്ച് നാളുകൾ പോയി കഴിഞ്ഞ് ഒരു 20th സെഞ്ചുറിയുടെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും അടുത്തൊരു കോൺസെപ്റ്റ് വന്നു. എന്താണ്, സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ അതിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ചു കാലമായിട്ട് കാണുന്നുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ എന്താ, ഈ പ്രോഡക്റ്റുകൾ ഇങ്ങനെ അവരുടെ നീഡ് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക ഒക്കെ ഓക്കെ, പക്ഷെ അത് മാത്രം പോരാ, നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വെൽ ബീയിങ്ങിന് കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാൽ അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച CSR ഒക്കെ. എന്നാൽ മാത്രമേ ഈ പ്രോഡക്റ്റിന് ഒരു അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു മൈലേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിന് കുറച്ച് ആളുകൾ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇത് മാത്രം പോരാ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് നടത്തണം. എന്ന് വെച്ചാൽ എന്താ, കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും ഒരു നല്ല കോണ്ടാക്ട് ഉണ്ടാവണം. അവരെ ഒരു ലൈഫ് ലോങ് കോണ്ടാക്ട് നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് വെക്കണമെന്നും, ഈ കസ്റ്റമേഴ്സിനെ എപ്പോഴും നമ്മൾ കാണാറില്ല, ചിലപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് പറയും,
ഹായ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ടുഡേസ് യുവർ ബർത്ത്ഡേ വിഷിംഗ് യു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജസ് ഒക്കെ വരാറില്ലേ? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതിൽ ആ കസ്റ്റമേഴ്സ് നോക്കും, ഞങ്ങൾ നിങ്ങളെ അറിയുന്നുണ്ട്, നിങ്ങളുടെ ബർത്ത്ഡേ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, സോ ദാറ്റ് വി ആർ വിഷിംഗ് യു ഹാപ്പി ബർത്ത്ഡേ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ സമയത്തൊക്കെ നമ്മളിങ്ങനെ മെസ്സേജസ് അയക്കുക, കോൺടാക്ട് ചെയ്യുക, ഗിഫ്റ്റ് തരിക. സോ ദിസ് ആർ ഓൾ പാർട്ട് ഓഫ് കസ്റ്റമർ. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിയാൽ മാത്രമേ എന്താണ് കസ്റ്റമേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കുള്ളൂ, അവരൊരു ലോയൽ കസ്റ്റമേഴ്സ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 21st സെഞ്ചുറിയുടെ ഉദയം. ആ സമയത്താണ് പുതിയ കാര്യങ്ങൾ വന്നു. ടെക്നോളജി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലറിഷ് ചെയ്തു. അപ്പൊ മനസ്സിലായി എന്താ, ഈ ടെക്നോളജി ഇല്ലാതെ നമുക്ക് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവാൻ പറ്റില്ല. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നു. അതെന്താ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലെ. ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തു, ഡാറ്റ ഡ്രിവൺ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നൗ, അത് തന്നെയാണ് നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിങ്ങുകളൊക്കെ. അത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജൈന്റ് കമ്പനികളൊക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. സോ ദാറ്റ് ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പിന്നീട് മനസ്സിലായി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ കോമൺ ആയി കൊടുത്താൽ പോരാ, കുറച്ചും കൂടി ഒരു പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കണം. പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നെറ്റ്ഫ്ലിക്സിന്റെ തന്നെ എക്സാമ്പിൾ, നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കണ്ടു, ഒന്നും വേണ്ട, നിങ്ങള് മീഷോയിലോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഞാൻ പറയുകയാണ്, ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ നിങ്ങൾ സാധനം വാങ്ങിക്കൂലേ, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്താൽ വിത്തിൻ സെക്കൻഡ് നിങ്ങളോട് എന്ത് പറയും, ഈ പ്രോഡക്റ്റ് കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് കൂടി ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഒരു ദിവസം നമ്മൾ സെർച്ച് ചെയ്തു, നമ്മൾ ഫോൺ ഓഫ് ആക്കി വെച്ചു, പിറ്റേ ദിവസം നമ്മളെടുത്ത് ഫോൺ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ സെർച്ച് ചെയ്ത അതേ പ്രോഡക്റ്റുകളുടെ മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും അല്ലെ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനം അത്. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ കയറിയാൽ എന്തായിരിക്കും, നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് സിനിമകൾ അല്ലെങ്കിൽ സീരീസുകൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു, നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നിങ്ങൾ വാച്ച് ചെയ്തതുമായിട്ടുള്ള സാമ്യമുള്ള കൈൻഡ് ഓഫ് സീരീസ് ആണിത്, ഇതും കൂടെ വാച്ച് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു തരില്ലേ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ പേഴ്സണലൈസ് ചെയ്ത സാധനങ്ങൾ തരാൻ പറ്റുന്ന ഒരു, അതായത് എല്ലാവർക്കും ഒരേ കാര്യമല്ല ആവശ്യം. ആൾക്കാർക്ക് അവരുടെ ടേസ്റ്റും ഡിഫറൻസസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ചിലർക്ക് ഇപ്പോൾ എന്താ ഹൊറർ സിനിമയൊക്കെ കാണാനായിരിക്കും താല്പര്യം, ചിലർക്ക് കോമഡി സിനിമയൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പൊ അതിനനുസരിച്ചുള്ള സജഷൻസ് ഇതിന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് ആ ഒരു ലെവലിലോട്ട് മാറി. ഇപ്പൊ അങ്ങനെയല്ലേ, നമ്മൾ എന്ത് സാധനം നോക്കിയാലും ഇപ്പൊ അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളാണ്. കസ്റ്റമർ സെൻട്രിക് അപ്രോച്ചും ഡിജിറ്റൽ മാർക്കറ്റിംഗും ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ഇതിലൊക്കെ ഉപരിയായിട്ട് വന്ന ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ആ വേർഡ് പറയുന്ന പോലെ തന്നെ എന്താണ്, ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു കാര്യത്തെ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ, എൻറ്റയർ ആക്ടിവിറ്റി. അവിടെ നോക്കിയോ, സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ വെരി ഡിഫറെന്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വർക്കിംഗ് ടുഗദർ. It aims to align all aspects of business with marketing goals, considering both short-term goals and long-term goals, brand building, customer relationship, societal marketing impact, etc. അതായത് ഇവിടെ പറഞ്ഞെന്താ, ഇപ്പൊ നമ്മൾ ഓരോന്നും പറഞ്ഞില്ല, ഓരോ കോൺസെപ്റ്റുകൾ പറഞ്ഞു വന്നില്ലേ. ഇങ്ങനെ ഒരു സിംഗിൾ ഫാക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇൻസ്റ്റഡ് വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഓൾ ദ ആസ്പെക്ട്സ്. സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യണം, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഫോളോ ചെയ്യണം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓൾ ടുഗദർ അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ആക്ച്വലി ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ മാർക്കറ്റിംഗ് എന്ന കോൺസെപ്റ്റ് ഇങ്ങനെ എവല്യൂഷൻ, അതായത് ഡിറൈവ് ചെയ്ത് ഇങ്ങനെ വന്നതാണ് ഇപ്പൊ നമുക്ക് കണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന ഒരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിലാണ് ഇപ്പൊ നമ്മുടെ വേൾഡ് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മാർക്കറ്റിംഗ് അതിൽ സെല്ലിംഗ് കോൺസെപ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, അതായത് ഈ സെല്ലിംഗ് മാർക്കറ്റിംഗ് തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. ഇതും കൂടെ ഈ ഒരു കാര്യം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് 1 കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത് ഞാൻ ക്വിക്കായിട്ട് പറയാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് മാർക്കറ്റിംഗ് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ഇറ്റ് ഇസ് എ വൈഡർ കോൺസെപ്റ്റ്. അതിൽ കസ്റ്റമറുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് തൊട്ട് ആ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് അവൈലബിൾ ആക്കി ആഫ്റ്റർ സെയിൽസ്, പിന്നെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം വരുന്ന ഒരു ഹോളിസ്റ്റിക് ബ്രോഡർ ഏരിയ ആണ് ഇത് മാർക്കറ്റിംഗ്. പക്ഷെ സെല്ലിംഗ് എന്ന് പറയുമ്പോഴോ അവിടെ ജസ്റ്റ് കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ് വിൽക്കാനുള്ള ഒരു ആസ്പെക്ട് മാത്രമേ എന്തിനു വരുന്നുള്ളൂ, സെല്ലിംഗ് വരുന്നുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, കാരണം എന്തിന് ഡിഫറൻസ് പറയാൻ കാരണം എന്താണല്ലോ,
നോർമലി പീപ്പിൾ എന്താണ് ഒരു ചേഞ്ചും ഇല്ലാതെ ഇത് രണ്ടും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ 2 വേർഡ്സ് ആണ് സെല്ലിംഗ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിനെ തന്നെ സെല്ലിംഗ് എന്ന് വിളിക്കും, സെല്ലിങ്ങിനെ മാർക്കറ്റിംഗ് എന്ന് വിളിക്കും. ബട്ട് വി പീപ്പിൾ ഷുഡ് ഹാവ് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ദീസ് ആർ ടു. നമ്മൾ പ്രത്യേകിച്ച് ബിസിനസ് ആൾക്കാരാണ്, ബിസിനസ് പീപ്പിൾ ആണ്. സോ ദാറ്റ് വി ഷുഡ് ഹാവ് എൻ ഐഡിയ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം ദിസ് ഇസ് നോട്ട് രണ്ടും ഒന്നല്ല, രണ്ടാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് അതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. എന്താണ് സെല്ലിംഗ് സ്റ്റാർട്ട് വിത്ത് ദ സെല്ലർ ആൻഡ് ഇസ് preoccupied all the time with the needs of the seller. Marketing starts with the buyer and focuses constantly on needs of the buyer. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് സെല്ലിംഗിൽ ജസ്റ്റ് ആ പ്രോഡക്റ്റിനെ വിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ള ലക്ഷ്യം. അതേസമയത്ത് മാർക്കറ്റിംഗ് ആണെങ്കിലോ കസ്റ്റമറുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യുന്നു, അവരുടെ അതിനെ സാറ്റിസ്ഫൈ ചെയ്യും, മാക്സിമം ബെനിഫിറ്റ് കൊടുക്കുക. സോ ദീസ് ആർ ഓൾ അവിടെ ഫോക്കസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഈസി ആയിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയായിട്ട് അവിടെ പറഞ്ഞത്. നോക്കിയാൽ സീക്സ് ടു ക്വിക്ലി കൺവേർട്ട് പ്രോഡക്റ്റ് ഇൻ ടു ക്യാഷ് ഏതിലും സെല്ലിംഗിൽ. അതേസമയത്ത് മാർക്കറ്റിംഗിനാണല്ലോ സീക്സ് ടു കൺവേർട്ട് കസ്റ്റമർ നീഡ്സ് ഇൻ ടു പ്രോഡക്ട്സ്. മനസ്സിലായില്ലേ? സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത്. അപ്പൊ ഇതൊരു കുറച്ചധികം പോയിന്റുകൾ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഇത് മുഴുവൻ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം കൂടി ചിലപ്പോൾ ഓർത്ത് വെക്കാൻ പറ്റിയില്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 6 പോയിന്റ്, ഏറ്റവും മിനിമം ഒരു 6 പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. കേട്ടോ, ഇപ്പൊ നോക്കി കോസ്റ്റ് ഡിറ്റർമൈൻസ് പ്രൈസ്. സെല്ലിംഗിലാണെങ്കിൽ എന്താണ് ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് മാർക്കറ്റിംഗിലാണെങ്കിലോ emphasize on innovation in every sphere, on providing better value to the customer by adopting better technology. അപ്പോൾ അവിടെ കുറച്ചും കൂടി ഒരു എലിവേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ഡിഫറൻസസ് ആണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 6 പോയിന്റ് ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 6 പോയിന്റ് നിർബന്ധമായിട്ട് എല്ലാം ഒന്നും എഴുതുന്ന ആവശ്യം, എല്ലാം ഒന്നും ഓർത്ത് വെക്കാൻ പറ്റുന്ന. അപ്പൊ അത് 6 പോയിന്റ് എഴുതിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ യൂണിറ്റ് 1 ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ താങ്ക് യു സോ മച്ച്. നമ്മളൊരു 1 hour കൊണ്ട് നമ്മുടെ യൂണിറ്റ് 1 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. So wishing you a very happy learning.